പോകുന്നത്. രാഹുൽ നേരത്തെ ചോദിച്ചത് ഇതാണ്, ഈ ഡ്രെയിനേജിനകത്തും അതുപോലെ സെപ്റ്റി ടാങ്കിനകത്തൊക്കെ ഇറങ്ങി ഇത്തരത്തിൽ ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ വിഷവാതകങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. മലിന വസ്തുക്കളൊക്കെ അടിഞ്ഞുകൂടി ഒരുപാട് നാളുകൾ ഇങ്ങനെ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ഉണ്ടാകാം. അങ്ങനെ അപകടങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഇത്തരം മാൻഹോളിലേക്ക് ഇറങ്ങുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ അതൊരുക്കാതെ ഇറങ്ങുന്നത് വലിയ അപകടം ഉണ്ടാക്കുന്നതാണ്. അവിടെ സംഭവിച്ചതും ഇത് തന്നെയാണോ? അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തരമൊരു അപകടം അല്ലെങ്കിൽ ഇത്തരമൊരു ബുദ്ധിമുട്ട് ഈ ഇറങ്ങിയ തൊഴിലാളികൾക്ക് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സെപ്റ്റി ടാങ്ക് അല്ലെങ്കിൽ ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ള ഈ ഇത്തരം സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷവാതകം അത് രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമുക്ക് മുൻപ് പല തരത്തിലുള്ള വാർത്തകളിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇത്തരം ഈ ഡ്രൈനേജുകളിലൊക്കെ ഇറങ്ങുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അത് കൃത്യമായിട്ട് പാലിച്ചില്ലാതെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് വളരെ വലുതാണ്. അത് ആയിരിക്കാം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. അത് എന്താണ് എന്നുള്ളത്, അതിന്റെ സാങ്കേതിക വശങ്ങൾ അത് കൃത്യമായിട്ട് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പിന്നീട് അത് കൃത്യമായിട്ട് തന്നെ അധികൃതർ തന്നെ പറയേണ്ടതാണ്. നിലവിൽ എന്തായാലും ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനാണ് ഈ JCB ഉൾപ്പെടെ കൊണ്ടുവന്ന ഈ രക്ഷാപ്രവർത്തനം അത്ര കണ്ട് ഊർജിതമാക്കി ഇരിക്കുന്നത്. അരമണിക്കൂർ മുമ്പാണ് ഈ സംഭവം നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ തമിഴ്നാട് സ്വദേശികളായ ആളുകൾക്കാണ് ഈ. ശരി രാഹുൽ, എന്തായാലും തെരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. JCB ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ആ കുഴി പൂർത്തിയാക്കി അതിനകത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് ഇറങ്ങാൻ കഴിയണം. അതിനായുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.